ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം ഗവർണർ പുറത്തേക്ക് വരുന്നു എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ജിബിൻ JB ഉണ്ട് നമുക്കിപ്പം. ജിബിൻ, പരിപാടി കഴിഞ്ഞ് ഗവർണർ പുറത്തിറങ്ങിയോ? പരിപാടി അവസാനിച്ചിട്ടുണ്ട്. ഗവർണറുടെ വാഹന വ്യൂഹം പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഗവർണറുടെ വാഹന വ്യൂഹം പോകുന്ന വഴിയിലൊക്കെ തന്നെ ഗതാഗതമൊക്കെ തന്നെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഗവർണറുടെ വാഹനമാണ്. അദ്ദേഹം ഇവിടെ നിന്ന് അടുത്തതായി പോകുന്നത് മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന നോട്ടറി ക്ലബിന്റെ പരിപാടിക്കാണ് അദ്ദേഹം പോകുന്നത്. ഈ പോകുന്ന വരികളിലൊക്കെ തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള എല്ലാ ഗതാഗത നിയന്ത്രണങ്ങളും നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായി തടഞ്ഞിടാനും പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹന വ്യൂഹം കടന്നു പോകുന്ന വഴിയിൽ ഇരു സൈഡുകളിലുമുള്ള ആളുകളെയൊക്കെ തന്നെ നേരത്തെ തന്നെ അസ്വാഭാവികമായ ആരെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ പ്രതിഷേധത്തിനായി എത്തിയ SFI പ്രവർത്തകരൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് കൃത്യമായി നോക്കിയിരുന്നു. അത്തരത്തിൽ സംശയം തോന്നിയവരൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നല്ലോ. എന്തായാലും തൈക്കാട് അദ്ദേഹം കൊല്ലത്ത് നിന്ന് രാജ്ഭവനിൽ പോയ ശേഷം എത്തിയത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന ഈ ഒരു ഔദ്യോഗിക പരിപാടിക്കായിരുന്നു. ആ ഒരു പരിപാടി ഇപ്പോൾ അവസാനിപ്പിച്ച്, പക്ഷേ ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇനി പോയിരിക്കുന്ന, അതായത് മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന നോട്ടറി ക്ലബിന്റെ പരിപാടിക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ, അതായത് SFI പ്രവർത്തകർ വീണ്ടും അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയും ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായാലും ഗവർണറുടെ പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഗവർണർ ഇവിടെ നിന്ന് പോകുന്ന വഴിയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ SFI പ്രവർത്തകർ അറിയിച്ചിരുന്നു. പക്ഷേ തൈക്കാട് ഗസ്റ്റ് ഹൗസിന് പുറത്ത് എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായില്ല. പ്രതിഷേധിക്കാൻ SFI പ്രവർത്തകർ എത്തിയതുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഗവർണർ തൊട്ടടുത്ത് 5 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ജിബിനി, തൈക്കാട് നിന്ന് ഇനി അദ്ദേഹം പോകുന്നത് കൗടിയാറിലേക്കാണ്. അപ്പോൾ അധികം ദൂരം ഇല്ല എങ്കിൽ കൂടി ഈ പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ച് പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഈ പ്രദേശം മുഴുവൻ. അതായത് ഇനിയൊരു പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു തരത്തിൽ. അതന്നെയാണ് ഇനിയൊരു സുരക്ഷാ പ്രശ്നം. ഗവർണർക്ക് നേരെ ഇനിയൊരു കരിങ്കൊടി വീശൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ക്രമീകരണങ്ങളാണ് പോലീസ് നേരത്തെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗവർണർ ഇവിടെ നിന്ന് ഏകദേശം 4:30 കൂടി പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം 4:25 തന്നെ ഇവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിക്ക് അദ്ദേഹം ഇറങ്ങി. അതുകൊണ്ട് തന്നെ പോലീസിന് വ്യക്തമായ സമയമുണ്ടായിരുന്നു. ഏകദേശം 1/4 മണിക്കൂറോളം ഇത്തരത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മനസ്സിലാക്കാനും അത്തരത്തിലുള്ള പ്രവർത്തകരെയൊക്കെ അവിടെ നിന്ന് മാറ്റാനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസിന് നേരത്തെ തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന 3 റോഡുകളും കൃത്യമായും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പോലീസ് ശക്തമായ നിരീക്ഷണം അവിടെ ഏർപ്പെടുത്തിയിരുന്നു. സംശയാസ്പദമായുള്ളവരൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പോകുന്ന വഴിയിൽ, അതായത് വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിലും ട്രിവാൻഡ്രം ക്ലബിന്റെ ഫ്രണ്ടിലും ഒക്കെ തന്നെ സിഗ്നലുകളുണ്ട്. ഈ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്ത് അവിടെ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നും ഗവർണർ പോയതോട് തന്നെ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ ഔദ്യോഗിക പരിപാടി അവസാനിപ്പിച്ച് ഗവർണർ കൗടിയാറിലേക്ക് മടങ്ങിയിരിക്കുന്നു. പ്രതിഷേധങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പ്രതിഷേധങ്ങളിലൊന്നും SFI പ്രവർത്തകരില്ല. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ തികഞ്ഞ പോലീസ് സുരക്ഷയിലാണ് പ്രദേശങ്ങളാകെ.